തെറ്റായ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയ ഒരു പെൺകുട്ടിയെ മാതാപിതാക്കൾ ഇവിടെ കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവന്നു. ആ പെൺകുട്ടിക്കും മാതാപിതാക്കൾക്കൊക്കെ വലിയ വിഷമമുണ്ട്, സങ്കടമുണ്ട്, കുറ്റബോധമുണ്ട്. ഈ പെൺകുട്ടിക്ക് നിരന്തരമായിട്ട് കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്, പക്ഷേ കുട്ടി സമ്മതിക്കുന്നില്ല. അവസാനം കുട്ടി പറയാണ്, എനിക്കൊരു ബന്ധമുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു അടുപ്പമുണ്ട്. മാതാപിതാക്കൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു, അവരന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ചെറുപ്പക്കാരന് കള്ള്, കഞ്ചാവ് അങ്ങനെ ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. മാത്രമല്ല മുമ്പ് 1-2 പെൺകുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അടുപ്പുണ്ടായിരുന്നു. അതൊക്കെ നാട്ടിലിറങ്ങി വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഒരിക്കലും യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ബന്ധമേ അല്ല. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ഈ പെൺകുട്ടിയോട് പറഞ്ഞപ്പോഴും പെൺകുട്ടി പറയുന്നത് എനിക്ക് അവനെ മാത്രം മതി എന്നാണ്. അതിന് കാരണമായിട്ട് ആ പെൺകുട്ടി പറയുന്നത് ഞങ്ങൾ തമ്മിൽ പിരിയാൻ പറ്റാത്ത വിധം അടുത്തുപോയി എന്നാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, മക്കളാൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഒരുപാട് മക്കൾ തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വേണ്ടത്ര ഒരു ശ്രദ്ധയോ പരിഗണനയോ സ്നേഹമോ കിട്ടുന്നില്ല എന്നുള്ളതാണ്. മക്കൾക്ക് വീട്ടിൽ നിന്ന് വേണ്ടത്ര ഒരു ശ്രദ്ധ, ഒരു പരിഗണന, നമ്മൾ വലതും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര സ്നേഹം, വേണ്ടത്ര പരിഗണന, വേണ്ടത്ര പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടുന്ന ഭാഗത്തേക്ക് അവർ തിരിയും. അത് തെറ്റായ ബന്ധങ്ങളാണ് എങ്കിലും ശരി. മറ്റൊന്ന്, ചില കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീമിൻ്റെ കുറവാണ്. സെൽഫ് എസ്റ്റീം ഇല്ല, സെൽഫ് റെസ്പെക്റ്റ് ഇല്ല, സെൽഫ് ലവ് ഇല്ല, സെൽഫ് ഡിസിപ്ലിൻ ഇല്ല. ഇങ്ങനെയുള്ള കുട്ടികൾ തെറ്റായ ബന്ധത്തിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് നോ പറയാൻ കഴിയില്ല. അവരെല്ലാത്തിനും യെസ് മൂളും. നോ പറയാൻ സാധിക്കാത്തതും ഒരു കാരണമാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയ, സിനിമ, അതിലൊക്കെ കാണുന്ന ചില പ്രണയബന്ധങ്ങൾ, യാഥാർത്ഥ്യമല്ലാത്ത ചില പ്രണയബന്ധങ്ങൾ, അതിൻ്റെയൊക്കെ സ്വാധീനമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് മക്കൾക്ക് വീട്ടിൽ നിന്ന് ഉള്ളു തുറന്ന സ്നേഹം ലഭിക്കുക എന്നുള്ളതാണ്. മക്കൾക്ക് ശ്രദ്ധയും പരിഗണനയൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല സ്നേഹം കിട്ടണം, പിതാവിൻ്റെ സ്നേഹം കിട്ടണം. പെൺകുട്ടികൾക്ക് പിതാവിൻ്റെയും ആൺകുട്ടികൾക്ക് മാതാവിൻ്റെയും സ്നേഹവും കരുതലും ശ്രദ്ധയും ഒക്കെ കിട്ടണം. അത് അവരെ ആത്മവിശ്വാസമുള്ളവരാക്കും, സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാക്കും, സെൽഫ് ലവ് ഉള്ളവരാക്കും. അപ്പോൾ അനാവശ്യമായ ബന്ധങ്ങളിലൊന്നും അവർ ചെന്ന് ചാടൂല. അവർക്ക് നോ പറയാൻ പറ്റും. പിന്നെ മാതാപിതാക്കൾ മാതൃകയാവുക. മക്കളോട് ചോദിക്കുകയാണ്, ആരാ നിങ്ങളെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ അവർ പറയണം, എൻ്റെ റോൾ മോഡൽ എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ പിതാവാണ്, മാതാവാണ്. അങ്ങനെ അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തെറ്റായ ഒരു സാഹചര്യം വന്നാലും ഇത് എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടാവില്ല എന്ന് കരുതി അവർ പിൻവലിയും, അവർ നോ പറയും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ മാനസികമായി കരുത്തുള്ളവരാക്കുക. ഈ മാനസികമായി കരുത്തുള്ളവരാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവരെ ശ്രദ്ധിക്കുക, അവരെ പരിഗണിക്കുക, അവർക്ക് പ്രോത്സാഹനം നൽകുക, നല്ല കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക. പ്രാർത്ഥന, മറ്റ് ആരാധനകൾ, അതിലൊക്കെ അവരെയും ചെറുപ്പം മുതലൊക്കെ പങ്കാളികളാക്കുക. അവർക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ പ്രാപ്തരാക്കുക. ഇങ്ങനെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് വേണ്ട ഒരു കരുതലും ഒരു തലോടലും ഒരു സപ്പോർട്ടും വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പിതാവിൻ്റെ, ആൺകുട്ടികൾക്ക് മാതാവിൻ്റെ ആ ഒരു കരുതലും ആ ഒരു വാത്സല്യവും ഒക്കെ കിട്ടി അങ്ങനെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ മക്കൾ വഴിപിഴക്കാൻ സാധ്യത കുറവാണ്. തെറ്റായ ബന്ധങ്ങളിലൊന്നും അവർ ചെന്നുപെടൂല. പിന്നെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുക. 3 പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ഒന്ന് യാത്രക്കാരൻ്റെ പ്രാർത്ഥന, ഒന്ന് ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന, ഒന്ന് മാതാപിതാക്കൾ മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദഅവത്തുൽ വാലിദി അലൽ വലദ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന, മക്കൾക്കായുള്ള പ്രാർത്ഥന, അത് അള്ളാഹു സ്വീകരിക്കുമെന്ന. മക്കൾക്കായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ.